എൻജിൻ പണി എന്തായാലും ആവും. അത് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിൻ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടിക്ക് പവർ കൂടുമെന്നുള്ളൊരു മിത്ത് MTക്കൊക്കെ പണി വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് നാൾ അന്വേഷിച്ച സമയത്ത് അവസാനം ഞാൻ കണ്ടെത്തിയ ഒരു നിഗൂഢമായ സീക്രട്ട്. ഇത് യമഹയുടെ വണ്ടികൾക്ക് മാത്രമല്ല, KTM വണ്ടികൾക്ക്, പ്രത്യേകിച്ച് എല്ലാ മോഡൽ വണ്ടികൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മാനിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5000 കിലോമീറ്ററിന് മുകളിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ യമഹയ്ക്ക് പണി വരുന്നതിന് 2 ഇരട്ടി സമയം മുമ്പേ KTM പണി വരും. അതുകൊണ്ടാണ് KTM എൻജിൻസ് 40,000 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻജിൻ റിലയബിൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ, വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, വാറണ്ടി പീരീഡ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളിരുന്ന് കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി ഡീപ്പായിട്ട് ഞാൻ പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ യമഹ R15ൻ്റെ പ്രത്യേകിച്ച് V3, V4, BS6 വേരിയൻറ്റുകളുടെ ഒരു ഡിഫക്റ്റ്, അതായത് എടുക്കുന്ന വണ്ടികൾ ഒരു കുറേ വണ്ടികൾ, നല്ല ശതമാനം വണ്ടികളും എൻജിൻ പണി ആവുകയാണ്. അതായത് എൻജിൻ തവിട് പൊടിയായി പോവുകയാണ്. സിമിയാഷൻ്റെ ഷോറൂമിലൊക്കെ ആയ വണ്ടി ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ V3 ആണ്. കഴിഞ്ഞ കുറേ നാളുകൊണ്ട് ഈ വണ്ടി ഷോറൂമിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, ആപ്പേ കയറ്റി കൊണ്ടുവരുന്ന സമയത്ത്, ഇവിടെ ഷോറൂമിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ എൻജിൻ പണിയായിട്ട് വരികയാണ്. തവിട് പൊടി പേസ്റ്റ് പരുവത്തിലായി വരികയാണ്. യമഹയുടെ എൻജിനത് ഇത്രയധികം അതപ്പതിച്ച് പോയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഡൗട്ടടിച്ചു പോയി. അത്രയ്ക്ക് ഡൗട്ടടിച്ചു പോയി. വേറൊന്നും കൊണ്ടല്ല, യമഹയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലൊരു ഒരു ഒരു മുഖമുദ്രയുണ്ട്. യമഹ, ഹോണ്ട, സുസുക്കി എന്നൊക്കെ പറഞ്ഞാൽ മോസ്റ്റ് റിലയബിൾ ബ്രാൻഡ് എന്നുള്ള രീതി. തീർച്ചയായിട്ടും റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ് ജാപ്പനീസ് ബ്രാൻഡുകൾ. പക്ഷേ ഈ R15 സീരീസിന് എന്തുകൊണ്ട് ഇങ്ങനെ പണി വരുന്നു? തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൂടുന്ന വണ്ടികൾക്കൊക്കെ ക്വാളിറ്റിയിൽ ചെറിയ ഇഷ്യൂസ് വരും. R15ൻ്റെ കേസിലും ക്വാളിറ്റിയിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എൻജിനൊക്കെ തവിട് പൊടി ആവേണ്ട രീതിയിലുള്ള ഇഷ്യൂസൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു 15,000 കിലോമീറ്ററിനുള്ളിൽ കിട്ടിപ്പോകുന്ന എൻജിനൊന്നും അല്ല യമഹയുടേത്. ഇനി എത്ര ക്വാളിറ്റി പറഞ്ഞ എൻജിനാണെന്നുണ്ടെങ്കിൽ, യമഹയുടെ എൻജിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള എൻജിൻസാണ്. അത് V1ഉം V2 ഒക്കെ ഉപയോഗിച്ച ആൾക്കാർക്കറിയാം. പ്രത്യേകിച്ച് V3 ആണെങ്കിലും BS4 ഉപയോഗിച്ച് എൻ്റെ വണ്ടിക്ക് പോലും ഇതുവരെ പടച്ചോനെത്തിച്ച് ഇതുവരെ ഒരു പണിയും വന്നിട്ടില്ല. കാര്യം 44-7 വർഷമായി ഇതുവരെ പണിയിട്ട്. 2020 ശേഷമുള്ള ഇങ്ങോട്ടുള്ള വണ്ടികൾക്ക് R15 സീരീസ് MTക്കൊക്കെ പണി വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് നാൾ അന്വേഷിച്ച സമയത്ത് അവസാനം ഞാൻ കണ്ടെത്തിയ ഒരു നിഗൂഢമായ സീക്രട്ട്. ഇത് യമഹയുടെ വണ്ടികൾക്ക് മാത്രമല്ല, KTM വണ്ടികൾക്ക്, പ്രത്യേകിച്ച് എല്ലാ മോഡൽ വണ്ടികൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മാനിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻജിൻ പണി എന്തായാലും കിട്ടും. 100% എൻജിൻ തവിട് പൊടിയാകും. അത് പറയാനുള്ള കാര്യം, ഒരു സമയത്ത്, ഇപ്പോഴൊന്നും അല്ല, ഒരു 4 കൊല്ലം മുമ്പ് 2022, 2021 ആ ഒരു കാലഘട്ടങ്ങളിൽ റൈഡർ, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റൈഡർ കണ്ണാപ്പി എന്നൊക്കെ പറയുന്നത് പോലുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ പണ്ട്. അതായത് Insta 360 വെച്ച് വണ്ടി ടോപ്പ് എൻഡ് അടുപ്പിക്കുക എന്നുള്ള, ടോപ്പ് എൻഡ് മാത്രം നോക്കി പോയി വണ്ടി എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു അന്നൊക്കെ. RS200, NS200, നമ്മുടെ R15 V3 ഇതൊക്കെ അരങ്ങ് വാണോണ്ടിരുന്ന സമയം. അതായത് ഈ വണ്ടി ടോപ്പ് എൻഡ് അടുപ്പിക്കുക എന്നുള്ളത് വാശിയായിരുന്നു. എത്ര 150cc 155 കയറ്റുക എന്നൊക്കെ ഉള്ളത്. ഇത് പറയുമ്പോൾ ഇത് ഈ ഒരു കഥാ ലെവലിൽ പറയണം, എന്നാലും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ തകർച്ച എന്ത് പറ്റിയത് കൊണ്ടാണ് തകർച്ച വരാൻ കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ 2021-22 കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ടോപ്പ് എൻഡ് അടുപ്പിക്കുക എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം കുറേയൊക്കെ ഒതുങ്ങി, വംശനാശം വന്ന് പോയി. പക്ഷേ എന്നിരുന്നാലും അന്ന് ഉപയോഗിച്ച ആൾക്കാർക്ക് ഇന്ന് പണി കിട്ടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. പല ആൾക്കാരുടെയും വിചാരം ഒരു മിത്തുണ്ട്. അതായത് മോട്ടീവുകൾ എന്ന് പറഞ്ഞ ഒരു എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു സമയത്ത് ഭയങ്കരമായി ഓവർ റേറ്റഡായി. തീർച്ചയായിട്ടും മോട്ടീവുകൾ എന്നല്ല, ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള എസ്റ്ററായിട്ടുള്ള ഏതൊരു ഓയിലും നല്ലൊരു ഓയിൽ തന്നെയാണ്. മോട്ടീവുകൾ തീർച്ചയായിട്ടും നല്ലൊരു ഓയിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അത് കുറച്ചൊന്ന് ഓവർ റേറ്റഡ് ആയിപ്പോയി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ BHP കൂടും, അല്ലെങ്കിൽ വണ്ടിയുടെ പവർ ഇൻക്രീസൊക്കെ ആകും എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും ധാരണ. എക്സ്ട്രാ HP മോഡ്സ് പവറും കാര്യങ്ങളൊക്കെ കൂടുമെന്ന്. സാഡ്ലി അങ്ങനൊന്നും ഇല്ല. തീർച്ചയായിട്ടും ഒരു നല്ല ഫുള്ളി സിന്തറ്റിക്, നല്ല ഗ്രേഡ് കൂടിയ, നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു മോട്ടോകൾ പോലുള്ള ബ്രാൻഡുകൾക്ക് നല്ല റിഫൈൻമെൻറ്റും നല്ല സ്മൂത്ത്നെസ്സും
കുറച്ച് നല്ല ത്രോട്ടിൽ റെസ്പോൺസും ഒക്കെ തരാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. നല്ല പ്രൊട്ടക്ഷനും എഞ്ചിന് തരും. ഇപ്പോൾ സ്റ്റോക്ക് R15 കൊടുക്കുന്ന എംബലൂബിനെക്കാട്ടിലും ഹൈ ടെമ്പറേച്ചറിൽ നല്ലൊരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ ഹൈ ടെമ്പറേച്ചറിലൊക്കെ തരും, ഹൈ RPMലൊക്കെ. അതിൽ തർക്കവുമില്ല. പക്ഷേ നമുക്കതിനുള്ള യൂസ് ഉണ്ടോയെന്ന് കൂടെ നോക്കണം. അതിലോട്ട് ഞാൻ പിന്നെ വരാം. KTMലോട്ടും ഞാൻ വരാം. ഇപ്പോൾ R15ൻ്റെ കേസിൽ എന്തുകൊണ്ട് പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വർക്ക്ഷോപ്പുകാരും പറഞ്ഞു കൊടുത്ത് വിടുന്ന ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഈ മോട്ടോകളുടെ എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ച് ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്, 10,000 കിലോമീറ്റർ ഓടും എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് വിടും. തിരിച്ചു വരുന്നത് ഒന്നേ എഞ്ചിൻ പണിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ 2-3 സർവീസ് കഴിയുമ്പോഴേ എഞ്ചിൻ പണി എന്തായാലും ആവും. അത് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടിക്ക് പവർ കൂടുമെന്നുള്ളൊരു മിത്ത്, അതായത് ടോപ്പ് എൻഡ് അടുപ്പിച്ച് അങ്ങ് പൊട്ടിക്കാമെന്നുള്ളൊരു മിത്ത്. മോട്ടോകൾ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി പറക്കും എന്നുള്ള ലെവലിലൊക്കെ തീർച്ചയായിട്ടും ഒരു മിഥ്യാധാരണ അവരുടെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 2, യമഹ ഈ ഒരു എഞ്ചിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ കംപ്രഷൻ എഫിഷ്യൻസിയും ഇതിൻ്റെ ടൈമിങ്ങും ഇതിൻ്റെ എയർ ഇൻടേക്കും ഇതിൻ്റെ ഇഗ്നിഷൻ ടൈമിങ്ങും ഓൾമോസ്റ്റ് എല്ലാം, ഇതിൻ്റെ എയർ ഫ്യൂൽ റേഷ്യോ ഒക്കെ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 3000 കിലോമീറ്ററിൽ എൻജിൻ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പവറിങ്ങും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ആയിട്ട് ഈ ഒരു എൻജിൻ ഓടിച്ച് ഒരുപാട് വർഷം ഇതിൻ്റെ പുറകെ റിസർച്ച് നടത്തി ഡെവലപ്പ് ചെയ്തെടുത്തൊരു എൻജിനാണ്. യമഹയ്ക്ക് അറിയാം, വേറെ ആർക്കും അറിയത്തില്ലെങ്കിലും ഇതിന് എത്ര കിലോമീറ്റർ വരെ മാക്സിമം പോകും എന്നുള്ള കാര്യം. സംഭവം 3000 കിലോമീറ്റർ ഇച്ചിരി കുറവാണ്. പക്ഷേ 530 രൂപ ഉള്ളൂ യമലൂബിന്, എൻജിൻ ഓയിലിന്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് വരാം. പക്ഷേ യമഹയുടെ R3 ഉൾപ്പെടെയുള്ള എല്ലാ വണ്ടികൾക്കും, FC ഉൾപ്പെടെ എല്ലാ വണ്ടികൾക്കും 2500-3000 കിലോമീറ്ററിനുള്ളിൽ, 3000 കിലോമീറ്ററിനുള്ളിൽ തന്നെ എൻജിൻ ഓയിൽ മാറണമെന്നാണ് പറയുന്നത്. 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 3000 കിലോമീറ്ററിനുള്ളിലോ. ഇത് മാറാതെ വർക്ക്ഷോപ്പുകാരുടെ പേരും കേട്ട് ഈ മോട്ടോകളുടെ എൻജിൻ ഓയിൽ എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ച് ഈ വണ്ടി ഹയർ റബ്ബിസിലിട്ട് ഓടിച്ച് പെട്ടെന്നൊന്നും പണി കിട്ടത്തില്ല. ഒരു 4000 അല്ലെങ്കിൽ 10000 കിലോമീറ്റർ ആകുമ്പോഴേ ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസിന് തേയ്മാനം വന്നു തുടങ്ങും. ഇനി എത്ര ക്വാളിറ്റി കൂടിയ എൻജിനാന്ന് പറഞ്ഞാലും അതിൻ്റെ കമ്പനി പറയുന്നതിനേക്കാളും 2 ഇരട്ടി കൂടുതൽ സെയിം ഓയിൽ ഒഴിച്ച് ഹൈ ടെമ്പറേച്ചറിൽ ഹൈ RPMൽ എപ്പോഴും സ്ഥിരമായിട്ടിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഏത് എൻജിനാണ് പണി കിട്ടാൻ ചാൻസ് കൂടുതൽ? ആലോചിച്ച് നോക്കിയേ. എല്ലാ എൻജിനും പണി കിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ പണി കിട്ടിയ എന്തായാലും R15 എടുക്കുന്ന ആൾക്കാർ എന്തായാലും പെതുക്കെ പോകുന്ന ഒരു മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വണ്ടി എടുത്ത് അറഞ്ചം പുറഞ്ചം ഓടിച്ചൊരു 20,000-30,000 താഴെ തന്നെ എൻജിൻ തവിട് പൊടിയായി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കുറേ നാളുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മോട്ടോകൾ എൻജിൻ ഓയിൽ ഒഴിച്ചോ, അതിൻ്റെ പക്ക ഉപയോഗം കിട്ടും. യമലൂബിനെക്കാട്ടിലും നല്ല ഉപയോഗം കിട്ടും. എപ്പോഴാണ്? ഒരു മാക്സിമം ഒരു 3000-3500 കിലോമീറ്റർ. സ്റ്റോക്ക് 3000 രൂപ പറയുന്നെങ്കിൽ മോട്ടോകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3500 വരെയൊക്കെ ഓടിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത്ര ഓടിക്കാനാണെങ്കിൽ ഇത്ര വില കൊടുത്ത് തന്നെ മോട്ടോകൾ മേടിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അത്ര ഉപയോഗം ഇല്ലെന്നുണ്ടെങ്കിൽ യമലൂബിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. 530 രൂപ ഉള്ളൂ, 400 രൂപ ഡിഫറൻസാണുള്ളത്. 400 രൂപ ഡിഫറൻസാണ് മോട്ടോകളും ഈ യമലൂബും തമ്മിലുള്ളത്. ആലോചിച്ച് നോക്കിയേ. ബുദ്ധിയുള്ള ആരെങ്കിലും എന്നും ട്രാക്കിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്നും ഹൈ ടെമ്പറേച്ചറിൽ ഓടിക്കുന്നവരാണെങ്കിൽ മാത്രം, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ല എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഹൈ ടെമ്പറേച്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം മോട്ടോകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പൈസ ഉണ്ടെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യമലൂബ് ഈസ് ദ ബെസ്റ്റ്. യമലൂബ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് കമ്പോണൻ്റ് ആണെന്നാണ് യമഹ പറയുന്നത്. എൻജിൻ്റെ കമ്പോണൻറ്റ് യമഹയ്ക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഓയിലാണ്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 3000 കിലോമീറ്ററൊക്കെ കിട്ടത്തുള്ളൂ. 2500 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വീക്ക്നെസ് നമുക്ക് മനസ്സിലാവും. എൻജിൻ കുറച്ച് അൺറിഫൈൻഡ് ആയിട്ടൊക്കെ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. മൊബൈൽ കാക്ക കുത്തിക്കൊണ്ട് സ്റ്റാൻഡ് ഇരിക്കുക. അപ്പോൾ മൊബൈൽ കാക്കയും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ 2500 കിലോമീറ്ററിൽ തന്നെ എൻജിൻ ഓയിൽ മാറുന്ന വലിയ ഡെയിലി യൂസിന് ടൂറിങ്ങൊക്കെയാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ യമലൂബ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാതെ നിങ്ങൾ മോട്ടോകളിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടോയെന്നല്ല, ഉപയോഗമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അത് വലിയ ബഡ്ജറ്റിലോട്ട് തന്നെ പോകും. പിന്നെ ഒരു കാരണവശാലും 3500-4000 കിലോമീറ്റർ, 4000 ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷേ 4000 കിലോമീറ്റർ ഒന്നും ഓടിക്കാതിരിക്കുക മോട്ടോകൾ ഉപയോഗിച്ച്. ഇനി KTMലോട്ട് വന്നു കഴിഞ്ഞാൽ KTMൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാക്കയെ കൊണ്ടൊരു സീരിയസ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ KTMൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 5000 കിലോമീറ്റർ കൂടുമ്പോഴുള്ള ഓയിൽ ചേഞ്ചിങ് ആണ്
നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കമ്പനി. അപ്പോൾ ഈ 5000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് നിങ്ങൾ ഈ മോട്ടീവുകളുടെ എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് 200ഉം 250 390 എന്നൊക്കെ പറഞ്ഞാൽ ഹൈ കംപ്രഷനിൽ ഓടുന്ന എൻജിൻസാണ്. തീർച്ചയായിട്ടും 5000 കിലോമീറ്ററിന് മുകളിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ യമഹായ്ക്ക് പണി വരുന്നതിന് 2 ഇരട്ടി സമയം മുമ്പേ കെ ടി എമ്മിന് പണി വരും. അതുകൊണ്ടാണ് കെ ടി എമ്മിൻ്റെ എൻജിൻസ് 40000 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻജിൻ റിലയബിൾ അല്ല എന്ന് പറയുന്നത്. 40000 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടും എൻജിൻ പെർഫെക്റ്റായിട്ട് ഓടുന്ന പല ആൾക്കാരുടെ എൻജിനും എനിക്കറിയാം. പക്ഷേ അത് 100-ൽ 5% അല്ലെങ്കിൽ ഒരു 3% മാത്രമേ ആൾക്കാരുടെ കയ്യിലേ ഉള്ളൂ അങ്ങനെയുള്ള വണ്ടികൾ. കാര്യം അവർ അതുപോലെ കെ ടി എമ്മിനെ മെയിൻറ്റെയിൻ ചെയ്യും. കെ ടി എം ഡുക്കാറ്റിയൊക്കെ പോലെ തന്നെ എക്സ്ട്രാ കെയർ കൊടുത്ത് എക്സ്ട്രാ ഒരു സർവീസ് കൊടുക്കേണ്ട ഒരു ബ്രാൻഡ് തന്നെയാണ്. പല ആൾക്കാരുടെയും വിചാരം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ മാത്രമാണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ മാത്രമല്ല. ഇപ്പോൾ യമഹായ്ക്കാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ എഞ്ചിൻ ഓയിൽ മാറണം, ഓടിയാലും ഓടിയില്ലെങ്കിലും. കെ ടി എമ്മിനാണെങ്കിലും 1 വർഷത്തിനുള്ളിൽ തന്നെ എഞ്ചിൻ ഓയിൽ ഓടിയാലും ഓടിയില്ലെങ്കിലും മാറണം. ഇതിനൊക്കെ ഒരു ഷെൽ വാറണ്ടി പീരീഡ് ഉണ്ട്. ഈ വാറണ്ടി പീരീഡിനുള്ളിൽ ഈ എഞ്ചിൻ ഓയിൽ ഓടിയാലും ഓടിയില്ലെങ്കിലും നിങ്ങൾ മാറണം. മനസ്സിലായില്ലേ? ഇപ്പോൾ യമഹായ്ക്ക് പറ്റുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടീവുകൾ എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ച്, മോട്ടീവുകൾ ചിലപ്പം 10000 കിലോമീറ്റർ വരെ ഓടുമായിരിക്കും. പക്ഷേ യമഹായുടെ എഞ്ചിനിലോട്ട് ഈ ഒരു ഓയിൽ ഉപയോഗിച്ച് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3000 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഏകദേശം അതിൻ്റെ ഓയിൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ അഡിക്റ്റീവ്സ്, ഇത് ഓയിൽ ഓക്സിഡേറ്റഡ് ആവും, ഇതിൻ്റെ എന്താ പറയണ്ടേ തിക്നെസ് കുറയും, അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ വെയർ ആൻഡ് ടിയർ ഉണ്ടാവും. വെയർ ആൻഡ് ടിയർ ഉണ്ടായി കഴിഞ്ഞാൽ അറിയാമല്ലോ, മൊത്തത്തിൽ എൻജിൻ അതിൻ്റെ ആ ഒരു ടൈറ്റ്നെസ്, ആ ഒരു ഫീൽ അങ്ങ് പോവും. അതിൻ്റെ ടോളറൻസും കാര്യങ്ങളൊക്കെ കുറയും. അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ റോക്ക് റാം, ക്യാം ഷാഫ്റ്റ്, ആദ്യം ഹെഡിനായിരിക്കും പണിയിട്ടുന്നത്. പിന്നെ വാൽവ് ഗൈഡ്, പിന്നെ സിലിണ്ടർ, പിസ്റ്റൻ ഒക്കെ തേയ്മാനം ഉണ്ടായിട്ട് ഓയിൽ കത്താൻ തുടങ്ങും. പിന്നെ ക്രാങ്കിന് പണി കിട്ടും. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഒരു ചെറിയൊരു പണി ഞാൻ പറഞ്ഞുതരാം. യമഹായ്ക്ക് കിട്ടുന്ന മാത്രം ഏറ്റവും ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പണി യമഹായ്ക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. R15 VV എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അതും ഒരു ഓവർ റേറ്റഡ് ആയിട്ട് ആൾക്കാർ കാണുന്നൊരു സംഭവമാണ്. ഓവർ റേറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല, സംഭവം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ജാപ്പനീസ് ടെക്നോളജി തന്നെയാണ്. 7000 RPM കഴിയുമ്പോൾ എയർ ഇൻടേക്ക് കൂട്ടി കൊടുത്ത് അതിൻ്റെ പവർ ഇൻക്രീസ് ആകുന്ന സംഭവം. അത് പക്ഷേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്തോ നോസ് അങ്ങോട്ട് ആകുന്നത് പോലെയാണ്. സംഭവം ബ്രില്യൻ്റ് തന്നെയാണ്. പക്ഷേ ആൾക്കാർ അതിനെ അങ്ങ് ഒരുമാതിരി ഓവർ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഈ എഞ്ചിൻ പണി വരുന്നത്. അതൊക്കെ ട്രാക്കിലേക്ക് വേണ്ടി പർപ്പസ് ചെയ്ത് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ VV എന്ന് പറയുന്നത്. ഈ VV റോക്ക് റാമിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 7000 രൂപയാണ്. ചെറിയൊരു സാമാനമാണ്. ഈ സാമാനത്തിന് തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കുക. കാര്യം എഞ്ചിൻ ഇളക്കാതെ തന്നെ ഒരു 10-10000 രൂപയുടെ പണി നിങ്ങൾക്ക് ആ ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. അപ്പം അതിനൊക്കെ ഉള്ളൊരു പോംവഴി എന്ന് പറഞ്ഞാൽ എൻജിൻ കറക്റ്റ് സമയത്തിനുള്ളിൽ ഓടിയാലും ഓടിയില്ലെങ്കിലും എൻജിൻ ഓയിൽ മാറുക, 10000 കിലോമീറ്റർ ഇട്ട് ഓടിക്കാതിരിക്കുക എന്നുള്ള കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, കെ ടി എമ്മിനാണെങ്കിൽ യമഹായ്ക്കാണെങ്കിൽ കൂളൻ്റുള്ള ഏതൊരു വണ്ടിക്കാണെങ്കിലും കൂളൻ്റ് മാറുക. ടോപ്പപ്പ് ചെയ്യുന്നതിന് പകരം കൂളൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലഷ് ചെയ്ത് മാറുക. അതായത് കൂളൻ്റ് ഒരു ടൈം പീരീഡ് 2 വർഷം അതിന് ഷെൽ വാറൻ്റ് ഉണ്ട്. ആ 2 വർഷത്തിനുള്ളിൽ ഇത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂളിങ് പിടിച്ചെടുക്കാനുള്ള, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഡെഡായി തുടങ്ങും. ഡെഡായി തുടങ്ങുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എഞ്ചിന് കൂടും. ഹീറ്റ് എഞ്ചിന് കൂടുമ്പോൾ എന്താവും? മെറ്റൽ എക്സ്പാൻഷൻ ഉണ്ടാവും. മെറ്റൽ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ എന്താവും? വെയർ ആൻഡ് ടിയർ ഉണ്ടാവും. വെയർ ആൻഡ് ടിയർ ഉണ്ടാകുമ്പോൾ എന്താവും? അതിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവും. ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ പിസ്റ്റൺ റിങ്സിൻ്റെ വലിപ്പം കൂടി, അതിൻ്റെ ടോളറൻസ് കൂടി, ഓയിൽ കത്താൻ തുടങ്ങും. അങ്ങനെ പല എൻജിൻ കമ്പോണൻസിനും ഡാമേജ് ഉണ്ടാവും. സോ എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഗൈസ് ചില്ലറ കാര്യമല്ല. അത് മാറുന്ന കാര്യവും ചില്ലറ കാര്യമല്ല. കൂളൻ്റ് ഉള്ള വണ്ടിക്ക് കൂളൻ്റ് മാറുക എന്ന് പറയുന്നതും ചില്ലറ കാര്യമല്ല. ചില ആൾക്കാർ കൂളൻ്റ് വണ്ടി എടുത്തതിൻ്റെ അന്ന് തൊട്ടുള്ള കൂളൻ്റ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ടോപ്പപ്പ് ചെയ്ത്. അതിനൊന്നും ഒരു വിലയും കളിപ്പിക്കാതെ. അങ്ങനെയാണ് ഈ എൻജിനൊക്കെ പണി കിട്ടുന്നത്. മനസ്സിലായി? കെ ടി എമ്മിൻ്റെ എൻജിന് ഉപയോഗിക്കുന്നതിന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കറക്റ്റ് സർവീസ് ചെയ്യുക, ഓടിയാലും ഓടിയില്ലെങ്കിലും ഓയിൽ മാറുക, കറക്റ്റ് ഗിയർ ഷിഫ്റ്റിങ്ങും കറക്റ്റായിട്ടുള്ള RPM വണ്ടി ഓടിക്കുക. ഹയർ RPM കയറ്റിക്കും നല്ലൊരു റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ കൂളൻ്റ് മാറുക, സ്പാർക്ക് പ്ലഗ് മാറുക. സ്പാർക്ക് പ്ലഗൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വണ്ടിയിൽ മാറിയില്ലെന്നുണ്ടെങ്കിൽ കംപ്രഷനെ ബാധിക്കും, കാർബൺ കൂടും. കാർബൺ കൂടിക്കഴിഞ്ഞാൽ എൻജിൻ ഡാമേജ് ഉണ്ടാക്കും തീർച്ചയായിട്ടും. പിന്നെ പരമാവധി വണ്ടി ഹൈവേയിലിട്ടൊക്കെ ഓടിക്കുന്നതായിരിക്കും നല്ലത്. അതിനൊക്കെ പറ്റിയാൽ പിന്നെ സെപ്പറേറ്റ് വേണേൽ വീഡിയോ ചെയ്യാം.
സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്.